വിപ്ലവം ജയിച്ചാ. അപ്പൊ എല്ലാ സമരവും എല്ലാ പ്രക്ഷോഭവും പൂർണ്ണമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിക്കൊണ്ട് മാത്രമേ അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ലോകത്ത് എവിടെയും സാധിക്കില്ല. സമരം അവസാനിപ്പിക്കാൻ എത്രയോ ചർച്ച നടത്തിയല്ലോ. ചർച്ച നടത്തുന്നു. അത് പരിഹാരം കണ്ടോ? എല്ലാ സമരത്തിനും പരിഹാരം. ഞങ്ങൾ എത്ര കൊല്ലമായി സോഷ്യലിസത്തിന്റെ മുദ്രാവാക്യം വെക്കുന്നു. സോഷ്യലിസം വേണം. ഞാൻ പറഞ്ഞില്ലേ, ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കാതെ ഏതെങ്കിലും സംഘടന ഉണ്ടാകും. എന്തായാലും ഇൻക്വിലാബ് സിന്ദാബാദ് കേക്ക് പറയുന്ന കേക്ക് ചോദിച്ചാൽ മാത്രം പറയല്ലോ. എന്താ ഇൻക്വിലാബ് സിന്ദാബാദ് മുദ്രാവാക്യത്തിന്റെ അർത്ഥം കേട്ടിട്ടുണ്ട്? അറിയോ? എന്നാ പറ. അപ്പൊ കേട്ടിട്ടുണ്ട്, പറ എന്താന്ന്. അതിലൊരു അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിലാണ്. കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു സ്കീമാണ്. അതാണ് ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നാണ് CIT ഉൾപ്പെടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പറയുന്നത്. അവർക്ക് ഈ ശമ്പളം കൊടുത്താൽ പോരാ, നല്ല ശമ്പളം തന്നെ, ശമ്പള വ്യവസ്ഥ വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിക്കുന്നില്ല, ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ ഒരു സമരം ഉണ്ടായി. ആ സമരം ഉണ്ടായാൽ ആ സമരത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ 13,000-ലധികം രൂപ ലഭിക്കുന്ന ഇന്ത്യയിലെ ആശാ വർക്കർമാരുള്ള ഒരേ ഒരു നാട് ഈ കേരളം മാത്രമാണ്. അത് കേരളത്തിന്റെ ശക്തിയായ ഇടപെടലിന്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെന്റ് 1000, 1500, 2000, 5000 രൂപ കൊടുക്കുന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുടെ ചിത്രം. ഞങ്ങൾ ആ സമരത്തെ ഇന്നേവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല, തള്ളിപ്പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. ഒരു സമരത്തെയും തള്ളിപ്പറയുന്നതല്ല CPI. എന്നാൽ ആ സമരം ഒത്തുതീർക്കുന്നതിന് വേണ്ടി നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുണ്ട്, മന്ത്രിതലത്തിലുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രം ഒരു നയാ പൈസ അതിന് ശേഷം ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. നമുക്ക് തരേണ്ടെന്ന് ഗ്രാൻഡ് തന്നെ തരാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശാ വർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമുണ്ട്. ആ സമരത്തോട് കൃത്യമായ നിലപാട് ഞാൻ വിശദീകരിച്ചു. എന്നാൽ ഈ സമരത്തെ ഉപയോഗിച്ച് SDPIയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന SECയും ഇടക്ക് കോൺഗ്രസും പിന്നെ BJPയും എല്ലാം ചേർന്ന് ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു മഴവിൽ സഖ്യം ഉണ്ടാക്കി മുമ്പോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചത്. ആ ശ്രമം അവർ നടത്തുന്നുണ്ട്. ഞങ്ങളുടേതായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അത്രേ ആശാ വർക്കർമാരുടെ സമരത്തെ പറ്റി കണ്ടു. മനസ്സിലായില്ലേ? സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിലാണ്. കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു സ്കീമാണ്. അതാണ് ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നാണ് CIT ഉൾപ്പെടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പറയുന്നത്. അവർക്ക് ഈ ശമ്പളം കൊടുത്താൽ പോരാ, നല്ല ശമ്പളം തന്നെ, ശമ്പള വ്യവസ്ഥ വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിക്കുന്നില്ല, ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. സമരം മുമ്പേ നടക്കുന്നുണ്ട്, എത്രയോ മാസമായി. ആ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനിപ്പിക്കണം. ആയിരിക്കും തർക്കമുള്ളത്. സമരം അവസാനിപ്പിക്കണം.